നമസ്കാരം. ഇന്ന് തിരുവാതിരകളിയിലായാലും സാഹിത്യത്തിലായാലും എല്ലാവർക്കും സുപരിചിതയായ അണിമംഗലം സാവിത്രിയെഴുത്തിയാണ് പൂർണ്ണേന്ദു തിരുവാതിര ഗ്രൂപ്പിന് വേണ്ടി കാവനാട്ടെ സാവിത്രിയെഴുത്തിയെ പരിചയപ്പെടുത്തുന്നത്. അണിമംഗലം സാവിത്രിയെഴുത്തി വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെയൊരു കാര്യം ഏറ്റെടുത്ത് നടത്തിയതിൽ. ഇത് കാവനാട്ട് സാവിത്രി അന്തർജനം, എൻ്റെ സ്വന്തം താത്രിയെഴുത്തി. താത്രിയെഴുത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൻ്റെ എന്തറിവും ചോദിച്ചാൽ പറഞ്ഞു തരും. പിന്നെ എന്താ പറയുക, തിരുവാതിര, ഓണം, വിഷു, അങ്ങനെയല്ല എന്ത് കാര്യത്തിനെ കുറിച്ചും. പിന്നെ നമ്മളുടേതായ ചിട്ടകളൊക്കെ നമ്മൾ എന്നാലും മുഹൂർത്തത്തിൻ്റെ കാര്യമോ ഇപ്പോൾ തിരുവാതിര എപ്പോഴാണ്, മകീര എപ്പോഴാണ്, എന്ത് ചോദിച്ചാലും താത്രിയെടുത്ത് നോക്കി പറഞ്ഞു തരും. അപ്പം നമുക്ക് പഞ്ചാംഗം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് താത്രിയെടുത്ത് അത്രയും അറിവിൻ്റെ നിറകൂടാണ്. പിന്നെ ചെറുപ്പക്കാരൊപ്പം തന്നെ നിൽക്കും. ഞങ്ങൾക്ക് എവിടേക്ക് പോകണമെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഫോണിലായാലും അനുഗ്രഹിക്കും. അങ്ങനെ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മയാണ്, ഒരു എഴുത്തിയാണ്. പിന്നെ അതിലും ഉപരിയായിട്ടൊരു വലിയ ഗുരു കൂടിയാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു മുത്തശ്ശിയായിട്ട് വിളങ്ങി നിൽക്കുകയാണ് താത്രിയെഴുത്തി. ഇരിഞ്ഞാലക്കുടയുടെ ഗ്രാമത്തിൻ്റെ മുഴുവൻ എന്ന് പറയാൻ ആരെന്ത് സംശയം ചോദിച്ചാലും താത്രിയെടുത്ത് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. അപ്പം എനിക്ക് അമ്മയായിട്ടും ഏടത്തിയായിട്ടും ഗുരുവായിട്ടും ഒക്കെ താത്രിയെടുത്തിയാണ് ഇപ്പോൾ. ഈ ഭാഗത്തൊക്കെ ഇരിഞ്ഞാലക്കുട ദേശത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട്. തിരുവാതിരയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് ഒരു ചെറിയ തോതിലൊന്ന് വിശദമാക്കാമോ? എന്നാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ. തിരുവാതിരയ്ക്ക് അശ്വിനി തൊട്ട് നേരത്തെ കുളിക്കുക, തുടിച്ച് കുളിക്കുക, പിന്നെ അലക്കിയത് കൊടുക്കുക. മകയർത്തുന്നാൾ രോഹിണിയാൾ അടയുണ്ടാക്കി ഗണപതി ഇടും. അത് കൂടെ പറഞ്ഞവർക്ക് നന്മയ്ക്കാത്രേ. പുണർതം രോഹിണി കൂടെ പറഞ്ഞവർക്ക് പുണർതം അടയുണ്ടാക്കി ഗണപതി ഇടും. മകേരം തിരുവാതിരയും അടയുണ്ടാക്കി ഗണപതി ഇടുക. പിന്നെ കാലത്ത് മകേരത്തിനാൾ അലക്കിയതുകൊണ്ട് തോർത്തും അലക്കിയത് കൊടുക്കും, കോടി അലക്കിയത് കൊടുക്കും. തിരുവാതിരയുടെ അന്ന് കോടി അലക്കിയത് തോർത്തും. നെടുമങ്ങലുള്ളവരൊക്കെ 4 മുണ്ട് കൂടിയതാണ് കൊടുക്കുക. അല്ലാത്തവർ നെടുമങ്ങലില്ലാത്തവരും പെങ്കിടാങ്ങളൊക്കെ 2 മുണ്ട് കൂടിയത്, മറ്റവരൊക്കെ 4 മുണ്ട് കൂടിയത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മകേരത്തിൻ്റെ അന്ന് മകേര വാഴയ്ക്ക എന്നാണ് പറയുക, എട്ടങ്ങാടി എന്നല്ല പറയുക, മകേര വാഴയ്ക്ക. അതിന് ശർക്കര, നാളികേരം, പഴം, പിന്നെ ഇതൊക്കെ ഉണ്ടാവില്ലേ, കായ ചുട്ടത്, ചെറിയണങ്ങ് ചുട്ടത്, അതൊക്കെയാണ്. എട്ടങ്ങാടിയുടെ വട്ടങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഞങ്ങൾക്ക് നേദിക്കലോ അങ്ങനെയല്ല, ഒരു വിളക്ക് നിറയെ വയ്ക്കുക. ചുട്ടിട്ട് തന്നെയാണ് ചുട്ടിട്ട് കായ വറക്കും. കായ വട്ടത്തിന് വറക്കും, ചതുരത്തിൽ കീറിയിട്ട് വറക്കും. മറ്റേ കിഴങ്ങ് കായൊക്കെ ചുട്ടിട്ട്, കായ ചുട്ടതും വറുത്തതുമുണ്ട്. അപ്പോൾ വിളക്ക് നിറയെ വയ്ക്കും. ആദ്യം ചെറിയ പെങ്കിടാങ്ങളാണ്, ഉടുത്തിറങ്ങിയ പെങ്കിടാങ്ങളാണ് ആദ്യം മകര വാഴയ്ക്ക കഴിക്കുക. അത് ഇതെല്ലാം കൂടി എടുത്ത് വാൽക്കണ്ണാടി കൂട്ടി, പെങ്കിടാങ്ങൾ വാൽക്കണ്ണാടി കൂട്ടില്ല, അല്ലാത്തവർ വാൽക്കണ്ണാടി കൂട്ടും. എന്നിട്ട് വിളക്കത്ത് ചേർത്ത് ആദ്യം വിളക്കത്ത്, പിന്നെ നിറ ഒരു ഇടങ്ങഴിയിൽ നെല്ല് നിറച്ച് വെച്ച് ഒരു വാൽക്കണ്ണാടിയും ഒരു ചെപ്പും വയ്ക്കും. അഷ്ടമംഗലല്ല ഞങ്ങൾക്ക്. അതിൽ കുത്തി നിർത്തോ? കണ്ണാടി കുത്തി നിർത്തും. മുമ്പിൽ ചെപ്പും വയ്ക്കും. നിറയ്ക്ക് ചാർത്തുമ്പിനെ കിഴക്കോട്ട്. അപ്പോൾ അഷ്ടമംഗല്യം വെക്കണ്ട? അഷ്ടമംഗല്യം ഇല്ല, വിളക്ക് നിറയണോ. അഷ്ടമംഗല്യം ഇങ്ങനെ വീട് താമസം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അഷ്ടമംഗല്യം എടുക്കുന്നല്ലാണ്ട് അഷ്ടമംഗല്യം വിശേഷത്തിനൊക്കെ വിളക്ക് നിറയും, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കിഴക്കോട്ട്, തെക്കോട്ട്, പടിഞ്ഞാട്ട്, വടക്കോട്ട്, മുകളിലേക്ക്, ചുവട്ടിലേക്ക് എല്ലാം കൂട്ടി എടുത്തിട്ട്
ഇങ്ങനെ 4 പുറം അഷ്ടവസ്തുക്കൾക്ക് കൊടുക്കാന്ന് എന്താണോ സങ്കല്പം അഷ്ടദിക്പാലന്മാർക്ക് ആരാധിക്കുക എന്നാണ്. പിന്നെ മുകളിലേക്ക് താഴത്തേക്ക് ആകാശം ഭൂമി പിന്നെ ഇതെല്ലാം കൂട്ടിയെടുത്ത് വൈക്കിലിട്ടിട്ട് കഴിക്കും. വൈക്കിലിട്ടുള്ള പ്രധാനമാണ്. പെങ്ങടാങ്ങളാകുമ്പോൾ കണ്ണാടി നേദിക്കുക എന്നുള്ളതില്ല. പക്ഷെ ഇത് നേദിക്കാനുള്ള വട്ടം പോലെ അതിനാരും കഴിക്കൂല. സന്ധ്യ മേങ്ങി ഇത് കഴിയാണ്ട് ആരും ഒന്നും കഴിക്കൂല. നേദിക്കുക എന്നുള്ള വട്ടമില്ല, നേദിക്കണ പോലെ തന്നെയാണ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് കളിച്ചിട്ട് നടുമുറ്റത്തുനിന്ന് കയറുള്ളൂ. ഗണപതി സരസ്വതി നിർബന്ധമായിട്ട് കളിക്കണം. പിന്നെ കൂടുമാണിക്കരെ കൊണ്ടൊരു പാട്ടും അതൊക്കെ കളിച്ചിട്ട് നടുമുറ്റത്തുനിന്ന് കയറിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അത് തിരുവാതിര മകേരം തുടങ്ങുമ്പോൾ മകേര വാഴയ്ക്കാന്ന കണക്ക്. സന്ധ്യയ്ക്ക് മകേരുള്ളപ്പോൾ തുടങ്ങുമ്പോൾ അല്ല, സന്ധ്യയ്ക്ക് മകേരുള്ളപ്പോൾ മകേര വാഴയ്ക്ക. ചില ദിക്കിലൊക്കെ മകേരം തുടങ്ങുമ്പോൾ എന്നല്ലേ. ഞങ്ങൾക്ക് സന്ധ്യ അധികവും ഏട്ടങ്ങാടി നേദിക്കല് സന്ധ്യയ്ക്ക് മകേരുള്ളപ്പോൾ. സന്ധ്യയ്ക്ക് മകേരുള്ളപ്പോഴാണ്. ഈ കൊല്ലം സന്ധ്യയ്ക്ക് മകേരനാ തന്നെയാണ്. പിന്നെ തുടിച്ചു കുളിക്കലൊക്കെ അശ്വതി തൊട്ടേ ഉള്ളൂ. എൻ്റെ എല്ലാത്തൊക്കെ 12 ദിവസം മുമ്പ് തുടിക്കലും കുളിക്കലൊക്കെ ഉണ്ട്. ഇരിഞ്ഞാൽക്കൂടെ ഗ്രാമമൊക്കെയാണ്. അത് പാതിരയ്ക്ക് പൂ ചൂടലൊക്കെ ഉണ്ട്. ഇവിടങ്ങളിൽ അതൊന്നുമില്ല. തുടിച്ചു കുളിക്കും. അശ്വതിയാളെ തൊട്ട് തുടിച്ചു കുളിക്കും. അശ്വമുഖം കാണുന്നതിന് മുമ്പേ ഭരണിയ വരക്കുന്ന മുമ്പേ എന്നൊക്കെ പറയൂല. അങ്ങനെയുള്ള കുളിയുണ്ട്. മകേരം തിരുവാതിരയും കുറച്ചധികം നേരം തുടിച്ചു കുളിക്കും. പറഞ്ഞ പോലെ മറ്റേ ഗംഗ ഉണർത്ത പാട്ട് അങ്ങനെയൊക്കെ ഉണരു ഗംഗാദേവി തുടങ്ങുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടാം. നേരം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടാമല്ലോ. അതിന് തുടിക്കാൻ പറ്റിയ പാട്ട് ഏതെങ്കിലുമൊക്കെ പാടാം. ഇപ്പോൾ അത്രേ ഉള്ളൂ. കുറച്ച് നേരം തുടിക്കുക കുളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 4 മുണ്ടി കൂടി ഉടുക്കണ്ടേ, അതിന് കുറച്ച് സമയം പിടിക്കും. ഞെറിഞ്ഞ ഒക്കെ വെച്ച് ഉടുക്കുക. 2 ഒക്കെ വയ്ക്കില്ല, 1 ഒക്കെ വയ്ക്കുള്ളൂ. 4 മുണ്ടും 3 മുണ്ടും 1 ഒക്കെ പിരിക്കും. അത്രേ ഉള്ളൂ. മറ്റേത് നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ 2 ഒക്കെ വയ്ക്കാല്ലേ, ഇത് 1 ഒക്കെ വയ്ക്കുള്ളൂ. 4 ഇത് 1 ഒക്കെ ഉള്ളൂ. 3 മുണ്ടും ഒക്കെ പിരിക്കും. 1 മുണ്ട് മാത്രം ഇങ്ങനെ വലത്തോറും കുത്തി അങ്ങനെ ഉടുക്കുക. പിന്നെ അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. തിരുവാതിര കഴിയുന്നതിന് മുമ്പ്, തിരുവാതിര കഴിയുമ്പോൾ വീഴ്ക്കുക. അതേവരെ ഇത് ഉടുത്തുകൊണ്ടിരിക്കണം. വലിയതായാലും ചെറുതായാലും അത് ഉടുത്തോളണം എന്നാണ് നിയമം. പിന്നെ തിരുവാതിരയുടെ അന്ന് കാലത്ത് കുളിച്ചു വന്നാൽ അടയുണ്ടാക്കി ഗണപതി നേദിക്കുക എന്നല്ല പറയുക, ഗണപതി ഇടാന്നാണ് പറയുക. അത് 8 ആൾക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ പെരുന്തിരിക്കോവിലപ്പന് നേദിക്കും. പെരുന്തിരിക്കോവിലപ്പന് നേദിക്കലുണ്ട്. അതെ. പെരുന്തിരിക്കോവിലപ്പനും ശ്രീ പാർവതി, തൃപ്പനംകോട്ടപ്പൻ, ചെറുതമ്മ, തൃച്ചട്ടകൃഷ്ണൻ, അങ്ങനെ 5 ആൾക്ക് അത് നേദിക്കുക. അതെല്ലാവരും നേദിക്കണം എന്ന് നിർബന്ധമാണ്. ഈ ഗണപതി ഇട്ട് കഴിഞ്ഞാൽ നേദിക്കണം. വടക്കോട്ട് നേദിക്കാന്ന് പറയും. പെരുന്തിരിക്കോവിലപ്പന് നേദിക്കാന്ന് പറയും. അത് വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് പത്മോട്ട് നേദിക്കുക. പത്മോട്ടിട്ടാണ് ഈ ഗണപതി ഇടാനും സൂര്യന് പത്മോടും പത്മോട്ടിട്ടാണ് ഗണപതി ഇടാൻ. പെരുന്തിരിക്കോവിലപ്പന നേദിക്കലും കഴിഞ്ഞാൽ പൂ ചൂടാ. ഞങ്ങൾക്ക് രാത്രി പൂ ചൂടലില്ല. വെളിച്ചാവണതിന് മുമ്പ് വേണമെന്നാണ് പറയുക. ഗണപതി നേദിക്കലും കഴിഞ്ഞിട്ട് ഒരു വിളക്ക് നാറ, പിന്നെ മുല്ലയ്ക്ക നേദിക്കും, മുല്ലയ്ക്ക ഭഗവതി, പിന്നെ ഒരു തൂശനിലയിൽ അമ്മിക്കുഴ വെച്ചിട്ട് ആ അമ്മിക്കുഴ അത് ശിവനെന്ന സങ്കല്പം, ശിവനും പാർവതിക്കുന്ന സങ്കല്പം അമ്മിക്കുഴമേ. അങ്ങനെ ദശപുഷ്പവും നമുക്ക് പിന്നെ മാല കെട്ടല്ല, അടക്കായിട്ടാണ്. ഓരോന്ന് ക്രമനുസരിച്ച് അടക്കായിട്ടാണ്. മാല കെട്ടിവെക്കലില്ല. 3 കറുക, പിന്നെ ചെറുവെള്ളം, അങ്ങനെ ക്രമത്തിൽ അതിൻ്റെ അനുസരിച്ച് വയ്ക്കും. പിന്നെ കൊന്നയുടെ ഇല, എരിക്കിൻ്റെ ഇല അത് വയ്ക്കും. 3 ഒരു എരിക്കിൻ്റെ ഇല ആദ്യം വയ്ക്കും. പിന്നെ 3 കൊന്നയുടെ ഇല വയ്ക്കും. എന്നിട്ട് ദശപുഷ്പം ഒക്കെ വെച്ചിട്ട് ഒരു എരിക്കിൻ്റെ ഇല കൊണ്ട് അടച്ചിട്ട് പൊതിഞ്ഞ് കെട്ടും. അപ്പോൾ എന്നിട്ട് അതിൽ ഈ പാതിരപ്പൂവും
പിറ്റേ ദിവസം കലാകുമ്പോൾ ഇത് തുറന്നിട്ട് പാതിരപ്പൂവും കുറച്ച് അക്ഷതവും നെല്ലുവരിയും കൂടി അതിൻ്റെ ഇട്ട് കണ്ണാടി കൂട്ടിയിട്ട് ചാർത്തും. ഗണപതിക്ക് ഈ വിളക്കത്ത് നിറയ്ക്ക്, മുല്ലയ്ക്ക ഭഗവതിക്ക്, അമ്മിക്കുഴയ്ക്ക് അതൊക്കെ ചാർത്തി കഴുത്തും മാറും തൊടുക. അത് കഴിഞ്ഞാൽ കണ്ണെഴുതി കുറിയിട്ട് മഞ്ഞളൊക്കെ തൊട്ട് കഴുത്തും മാറും തൊഴുകാന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചാർത്തുമ്പോൾ ഇങ്ങനെ കഴുത്തും മാറും തൊടും. ഓരോരുത്തർക്ക് ചാർത്തുമ്പോഴും ഇങ്ങനെ കഴുത്തും മാറും തൊടും. ഇത് വെച്ചിട്ടാണോ? വാൽക്കണ്ണാടി വെച്ചിട്ടാണോ? അതെ വാൽക്കണ്ണാടി പിടിച്ചിട്ട് ഇങ്ങനെ കഴുത്തും മാറും തൊട്ട് ഓരോരുത്തർക്ക് ചാർത്തുമ്പോഴും ഇങ്ങനെ കഴുത്തും മാറും തുടങ്ങും. പിന്നെ ചൂട് കണ്ണെഴുതി കുറിയിട്ട് മഞ്ഞളോട്ട് കണ്ണെഴുതി കുറിയിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെ മഞ്ഞളോട്ട് കണ്ണെഴുതി കുറിയിട്ട് ഇത് ദശപുഷ്പ ചൂട് പഞ്ചാക്ഷരം ജപിക്കും. അല്ലെങ്കിൽ പാതിരപ്പൂവും വെക്കും, അടയ്ക്കാമടിയും വെക്കും. അതെല്ലാവർക്കും ഇല്ലേ? ആ, അത് വെച്ചിട്ട് ചൂടും. അങ്ങനെ പാതിരാപ്പൂ ഇങ്ങനെ പടിപ്പുരയുടെ അവിടെ കൊണ്ടുവച്ച് അങ്ങനെ അതില്ല. അതിൻ്റെ ഇല്ലത്തൊക്കെ ഉണ്ട്. പഠിക്കാൻ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പാട്ടുപാടി വഞ്ചിപ്പാട്ടൊക്കെ പാടി. ഇതിനില്ല ഇവിടങ്ങളിലില്ല. തെക്കോട്ടൊക്കെ ഇത്തിരി കൂടുതലാണ്. അത് വഞ്ചിപ്പാട്ടൊക്കെ പാടി ഭയങ്കര ആർപ്പവും വൈക്കലൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നട്ട് നനച്ച് നിലവിളക്ക് വെച്ച് എല്ലാവരും കൂടി ചൂടും. ഇല്ലത്തൊക്കെ അങ്ങനെയുണ്ട്. ഇവിടെ അതൊന്നും കാണാനില്ല. ഇവിടെ പാതിരയ്ക്കൊന്നുമില്ല. ഉറക്കൊഴിക്കാന്ന് മാത്രം. ഈ മകരത്തിനാള് മുഴുവൻ കളിച്ച് ഉറക്കം ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും നോക്കണ്ട. ഇപ്പോഴത്തെ കാലം ഉറങ്ങാറില്ല. മുഴുവൻ കുളിക്കാൻ പോകാറാവുന്നവരെയും കളിക്കുക. അത് കഴിഞ്ഞാൽ കുളിക്കാൻ പോവുക. 3 മണി 4 മണി ആയാൽ കുളിക്കാൻ പോയി. പിന്നുള്ളതൊക്കെ കുളത്തിലാണ് തുടിക്കലും കുളിക്കലും ഇതൊക്കെ. മുറ്റത്ത് വെറ്റില എണ്ണി എടുക്കുക അതൊക്കെ. അത് തിരുവാതിര എപ്പോഴാണ് തുടങ്ങുന്നത് വെച്ചാൽ അപ്പോഴാണ് തിന്നല്. 108 നേദിക്കലും അപ്പൊ തന്നെയുള്ളൂ. നേദിക്കല് അല്ല, നേദിക്കല് വെളിച്ചാകുമ്പോഴാണ് നേദിക്കല്. ഇത് തിരുവാതിര തുടങ്ങുമ്പോൾ ഇവിടെയൊക്കെ 101 വെറ്റില കാണുന്നത്. 108 കാണാനില്ല. 101 വെറ്റില അതിങ്ങനെ തൂഷണയിൽ എണ്ണി വെച്ച് എല്ലാവരും നിരന്നിരുന്ന് ആ സമയത്ത് വായിക്കലിട്ട് തേവര അവനവൻ്റേതായിട്ട് തന്നെ മാറ്റി വെച്ച് നേരിക്കല് അങ്ങനെയില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും വേറെ വേറെ നിരത്തി വെക്കുക. പലക വെച്ചിട്ട് തേവരും വിളക്ക് നിറയൊക്കെ വയ്ക്കും. പിന്നെ അവിടെ ഭദ്രദീപമൊക്കെ കൊളുത്തി 2 വിളക്കൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് വെറ്റില കൈ പിടിച്ച് പഞ്ചാക്ഷരം ജപിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അത് വൈക്കിനിട്ട് അത് കഴിക്കുക. പിന്നെ സൗകര്യം പോലെ എപ്പോഴും തിന്നാം. ആദ്യം തന്നെ ഒരു 3 വെറ്റില കടിച്ചു തുപ്പും. അതിന് 3 വേറെ വച്ചേക്കും. പിന്നെ ഇത് ഒക്കെ 101 കണക്ക്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ അകത്തല്ലേ 100 തേക്ക് അതോ നമ്മള് സാധാരണ പോലെ അല്ല അകത്ത 100 തേക്കാണ്. അത് അവിടെ തിന്നുമ്പോ എന്തായാലും അകത്ത് 100 തേക്ക് അങ്ങനെയാണ് കാണാറ്. 100 വെക്കും. പക്ഷെ അല്ല നമ്മള് ചിലപ്പോ ചില സ്ഥലത്തൊക്കെ നേരിക്കുന്നിടത്തേക്ക് 100 വെക്കില്ല. 100 വെക്കില്ല. അല്ലാണ്ട് അടയ്ക്കയും വെറ്റിലയും മാത്രം. എനിക്ക് വായ പൊട്ടാതിരിക്കാനാണോ ഇത്? അതൊരു വലിയ ഇത് 100 തേക്കും. മരത്തി വെച്ചിട്ട് 100 തേച്ച് അടയ്ക്കാൻ വെച്ച് എല്ലാവരും കൂടി വൈക്കിലിട്ട് കഴിക്കും. പിന്നെ സൗകര്യം പോലെ കഴിക്കാം. ഇല്ല, അത് കേടില്ലാത്ത വെറ്റില 101 ചെറിയ വെറ്റില നോക്കി, വളരെ ചെറിയ വെറ്റില നോക്കി. പെങ്കിടാങ്ങൾക്കൊക്കെ ആണെങ്കിൽ 12 അല്ലെങ്കിൽ 3 പെങ്കിടാങ്ങളും തിന്നും. അത് നിങ്ങൾക്കൊക്കെ ഇല്ലേ? ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 3 കുറച്ചുകൂടി വലുതാണെങ്കിൽ 12. ഞങ്ങൾക്കത് രാവിലെ തന്നെ നേരിച്ച് വെക്കും. അതെ, ഇവിടെ നേരിക്കലൊന്നുമില്ല. ഇങ്ങനെ എല്ലാം വിളക്കം നിറയെ വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു തിന്നെ ശിവനെ പാർവതിയൊക്കെ വിചാരിച്ചിട്ട് അത് കഴിക്കുക. അങ്ങനെ കണ്ടേക്കണേ. തന്നെ നേരിക്കില്ല. അപ്പൊ ഇളനീരും പഴവും അതല്ലേ അങ്ങനെയൊക്കെയാണ് കൂടത്തില്. അതിന്റെ കൂടെ നീര് പൊട്ടിച്ച് കുടിക്കലും പിന്നെ അത് പൂണ്ട് എടുക്കുകയും ചെയ്യും. അത് വായ കൊള്ളാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് കരിക്ക്. പിന്നെ തിരുവാതിരയുടെ മകരത്തിൻ്റെ ഒന്നും രാവിലെ തേവാരമൊക്കെ കഴിഞ്ഞാൽ കരിക്കും പഴം ഇളനീരും പഴം കഴിക്കാന്ന് പറയും. ഇളനീരിൻ്റെ കരിക്കിൻ്റെ വെള്ളം ഒരു ഏറാടൻ പഴമാണ് പതിവ്, അല്ലെങ്കിൽ നേന്ത്രപ്പഴം. അതും കരിക്കിൻ്റെ വെള്ളം കൂട്ടി കരിക്ക് തുളച്ച് അതിൽ ഉപ്പിട്ട് ഉപസ്തരിക്കും.
അത് ആ ശരി. എന്നിട്ട് അപ്പൊ നമുക്ക് നേദിക്കുന്നതിൽ ഒന്നിനും തന്നെ ഉപ്പില്ലല്ലോ. ഇത് നേരിക്കല് കുറവാ, നേരിക്കലില്ല. അപ്പൊ അതിൽ ഉപ്പിട്ട് ഉപസ്തരിച്ച് അത് ഒരു കഷ്ണം പഴവും ഈ വെള്ളം കയ്യിലെടുത്ത് 3 പ്രാവശ്യം പലകമേരുന്ന് കഴിക്കുക. അങ്ങനെ അത് മകേരം തിരുവാതിര ഉണ്ട്, ഊഞ്ഞാലാടുക, അതൊക്കെ നിർബന്ധമാണ്. പിന്നെ കൂവ പായസം ഉണ്ടാക്കാം. ആ കൂവ പായസം ഉണ്ടാക്കും. പോകും അതങ്ങനെ പറയില്ല എന്നില്ലേ തിരുവാതിരക്ക് നമ്മള് കൂവ പായസം കുറുക്കിയത് കഴിക്കാൻ പേര് പറയുന്നില്ല. ചുട്ട് തിന്നാ, ഞങ്ങൾക്ക് ചുട്ട് തിന്നും. ഈ ഓർക്കൊഴിച്ചലിന് ഇത് ചുട്ട് തിന്നണം കൂവ. അത് ഇത്തിരി അട പോലെ ആക്കിയിട്ട് ഒട്ടട പോലെ ഉണ്ടാക്കി അത് കണത്ത് ചുട്ടിട്ട് ഉറക്കൊഴിയാൻ ചുട്ട് തിന്നണം. അങ്ങനെ നിയമമുണ്ട്. പിന്നെ മകേരം നോറ്റിട്ട് മകേര വഴക്ക കഴിക്കാൻ പോകുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇത്തിരി ചാമ വേവിച്ച് അങ്ങനെ നുള്ളി കുറയ്ക്കല്ല വരും. മകേരം തുടങ്ങി സന്ധ്യ ആയാൽ പിന്നെ കഴിക്കാൻ പാടില്ല. അപ്പം സന്ധ്യയ്ക്ക് മുമ്പ് പിന്നെ തിരുവാതിര തുടങ്ങിയപ്പോൾ അത്താഴം കഴിക്കില്ല, അപ്പം പകലെ കഴിക്കും. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും, ചിലപ്പോൾ 1 ദിവസം വേണ്ടി വരുള്ളൂ. അങ്ങനെയുള്ള ചിട്ടകളൊക്കെയാണ്. പുഴുക്കുണ്ടാക്കും. പയറ് അത് നമ്മള് എല്ലാം കിടക്കുന്ന പോലെ കായ, ചേന, ചേമ്പ്, കൂർക്ക, പിന്നെന്താണ് മത്തങ്ങയൊക്കെ ഇടും ഞങ്ങള്. ചെറുകിഴങ്ങ് അത് ഉച്ചക്കല്ലേ ഉച്ചക്ക് കാളൻ സദ്യയായിട്ട് ഉച്ചക്കാണ്. അത് മകേരം തിരുവാതിരയും പുഴുക്കും കാളനും ഉപ്പേരി വറുത്തതും ചാമച്ചോറോ ഗോതമ്പ് മകേരത്തിനൊന്നും ഉണ്ടാക്കും, തിരുവാതിരക്ക് ആദ്യം ഉണ്ടാക്കും. 2 ദിവസം ഉണ്ടാക്കും. പുഴുക്കും കൂവയൊക്കെ 2 ദിവസം ഉണ്ടാക്കും. തലേദിവസം കഴിക്കില്ല. അതെ, നോൽമ്പിന് ഇപ്പം ഇഷ്ടം പോലെ ചാമയോ ഗോതമ്പോ എല്ലാം വെച്ചാൽ കഴിക്കാം. എല്ലാവരും നോൽക്കണമെന്ന് നിർബന്ധമാണ്. പെൺകുട്ടിയായി ജനിച്ചാൽ പിന്നെ അവർക്ക് നോൽമ്പ് വേണം. കൊടുക്കില്ല 3 വയസ്സെന്നല്ല, പെൺകുട്ടിയായി ജനിച്ചാൽ പിന്നെ ചോറ് കൊടുത്താൽ മുതൽക്ക് നോൽമ്പിൻ്റെ കൊടുക്കുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ? പിന്നെ വെറ്റില തിരുവാതിര തീരുന്നതിന് മുമ്പ് തിരുവാതിര കഴിയുമ്പോഴേക്കും കഴിയണം. ആ കഴിയുമ്പോൾ 3 വെറ്റില വച്ചേക്കണം. കഴിയുമ്പോൾ തിന്നാൻ അത് കഴിഞ്ഞാൽ മുഴുവൻ മെഴുക്കാനും തിരുവാതിര കഴിയുന്നതിന് മുമ്പായിട്ട് വെറ്റില തിന്നലും മുഴുവൻ മെഴുക്കലും വേണം. മുഴുവെന്നാ പറയാ, 4 മുണ്ട് കൂടി തന്നെ മുഴുവൻ ഉടുക്കാന്നാ പറയാ. അത് കഴിഞ്ഞ് അപ്പം നിർത്തുമ്പോൾ തിരുവാതിര ഇപ്പൊ 4 മണിക്കൊക്കെ കഴിഞ്ഞു വെച്ചാൽ ആ സമയത്ത് ആദ്യം ഒന്നും കൂടെ തിരുവാതിര കളിച്ച് അതെ മംഗളംപാടി അങ്ങനെയല്ലേ? അത് മുഴുവൻ കൊടുത്തിട്ട് മംഗലാതിര കളിക്കണമെന്ന് നിർബന്ധ. അത് ഉറക്കൊഴിച്ചലിനും കളിക്കും. പിന്നെ പിറ്റേ ദിവസം തിരുവാതിരക്ക് മുഴുവൻ വിഴുക്കണതിന് മുമ്പ് മംഗലാതിര കളിച്ചിട്ട് മുഴുവൻ വിഴുക്കാവൂ. അങ്ങനെയുള്ള നിയമമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും വരില്ലല്ലോ അല്ലെ? ചോഴി വര അങ്ങനത്തെ ഈ ഭാഗത്തേക്ക് അതൊന്നുമില്ല. ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. വള്ളുവനാട് ഭാഗത്ത് മാത്രമേ. എന്താ ചോഴി വരിക? ഇത് വെച്ച് കെട്ടിയിട്ട് ശരീരം മുഴുവൻ കെട്ടിയിട്ട് രാവിലെ വന്നിട്ടൊരു നൃത്തം വയ്ക്കലുണ്ട്. കൊട്ടും നൃത്തമില്ല. അപ്പൊ പാതിരക്കാ തിരുവാതിരയുടെ നമ്മൾ ഉറക്കൊഴിച്ച് ചൂടുന്നതിന്റെ ആ ഒരു തിരക്കിലാണ് അവർക്ക് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടാക്കി കൊടുക്കും വേണം. ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഓണത്തിനൊക്കെ കുമ്മാട്ടി കെട്ടി അതുപോലെ തന്നെയാണ് അല്ലേ? ഇത് വാഴയുടെ ഇതില്ലേ ഈ സമയത്തില് അത് വെച്ച് കെട്ടി ഓണക്കാലത്തൊക്കെ കളി ഇങ്ങനെ മുറുകുമ്പോ കുമ്മാട്ടി വന്നിട്ട് കളിയൊക്കെ ചെറുപടാന്നാക്കും. വാഴച്ചാമ്പിലൊക്കെ വേല വെച്ച് കെട്ടി. അതും അതുപോലെ തന്നെയാണ്. അപ്പൊ രാത്രിയിൽ അങ്ങനെ ഇന്ന പാട്ടുകൾ പാടണം അങ്ങനെയില്ലേ? സ്വയംവരം പാടും. ഗണപതി, സരസ്വതി, പിന്നെ കൂടുമാണിക്കത്തിനെ കൊണ്ടുള്ള പാട്ടാണ് നമുക്ക് 3-ാമതും പാടുക. പിന്നെ സ്വയംവരങ്ങളൊക്കെ പാടും. സ്വയംവരം നിർബന്ധമാണ്. അത് കൂടുമാണിക്കൻ്റെ പാട്ട് പാടിയിട്ട് പിന്നെ സ്വയംവരം പാടുള്ളൂ. പിന്നെ കൃഷ്ണന്റെ ആവാം. ശിവന്റെ ആണ് അധികമായിട്ടും. പാർവതി സ്വയംവരം വലിയതും ചെറുതും ഒക്കെ ഉണ്ടല്ലോ. വൃത്തങ്ങളാണ്. ഒറ്റപ്പാട്ടൊന്നും കളിക്കാൻ നേരല്ലേ, വൃത്തങ്ങൾ തന്നെയാണ് കളിക്കുന്നുള്ളൂ. പിന്നെ ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിനെ ഗണപതി ഉത്ഭവം 6 പാട്ടുകൾ. ഗണപതി ഉത്ഭവമാണ് തുടങ്ങുക. 6 പാട്ട്. അത് ഗണപതി ചെല്ലണേന് പകരം ഗണപതി ഉത്ഭവം 6 പാട്ട്.
അത് ഇതേപോലെ വൃത്തം അങ്ങനെ 6 രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ്. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിപ്പാട്ടൊന്നുമല്ല, അതിൽ 6 പാട്ട് കഴിക്കട്ടെ. 6 പാട്ട് കഴിഞ്ഞിട്ടേ പിന്നെ വേറെ പാട്ട് കളിക്കുന്നു. അതിപ്പോൾ നമ്മൾ എവിടെ കളിക്കാൻ ഒന്നുമില്ല, ഗണോത്സവം കളിക്കുക. ആ ഗണോത്സവം കളിച്ചിട്ട് പിന്നെ മറ്റുള്ള പാട്ടുകളൊക്കെ കളിക്കുന്നു. അത് 6 പാട്ടാണ്. ഗണപതി ഉണ്ടാവുന്നത്, വിവാഹം മുതൽക്ക് ഗണപതി ഉണ്ടാവുന്നത് വരെയുള്ള പാട്ടൊക്കെയാണ്. ഉണ്ണിയെ കാണാൻ പോകുന്ന, ഉണ്ണിയെ കണ്ട് തിരിച്ച് അതുവരെയുള്ള 6 പാട്ട്. ഗർഭാലസ്യുണ്ട്, എല്ലാം ഉണ്ട്. 6 പാട്ടാണ്. അതാണ് ഗണപതിയായിട്ട്. അതാണ് പിന്നെ തുള്ളികളെ നല്ല കാര്യങ്ങളൊക്കെ ചെല്ലും കേട്ടോ. വെളിവളി സരസ്വതി ഗണപതി വിഭവം ഇവിടുത്തെ പ്രത്യേകത. ഗ്രാമത്തിനെ അല്ല, അത് കേട്ടിട്ടില്ല. എന്ത് ഗണപതി ഉത്സവം ഞാൻ 6 പാട്ടുകളായിട്ട് കേട്ടിട്ടില്ല. അത് സാവിത്രി എഴുതിയ പുസ്തകത്തിലൊക്കെ ഉണ്ട്. മുറിഞ്ഞ് പലയിടത്തായിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒന്നിച്ചാണ് കളിക്കേണ്ടതെന്നൊന്നും മനസ്സിലാക്കി. ഒന്നിച്ചാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കളിക്കുന്നു. അതിൽ മുറിയാൻ പാടില്ല. 6 പാട്ട്. അപ്പൊ കഥ മാറില്ലേ പറഞ്ഞാല്. പിന്നെ വൃത്തങ്ങളൊക്കെ 4 വൃത്തം 8 വൃത്തം സ്വയംവരങ്ങളൊക്കെ കളിക്കും. 10 വൃത്തം. ഇപ്പൊ 10 വൃത്തം നേരം കളിക്കുന്ന വലിയ പാട്ടുകളല്ലേ. അത്രയാകുമ്പോഴേക്കും തന്നെ എൻ്റെ ഇല്ലത്തൊക്കെ 12 ദിവസം മുമ്പ് കളി തുടങ്ങും. തിരുവോണം തൊട്ട് തുറിച്ച് കുളിക്കലും കളിക്കലും മുറ്റത്ത് കളിക്കലും. മടസി വെള്ളാരപ്പള്ളി കാലടി എന്ന് പറഞ്ഞു. വെള്ളാരപ്പള്ളി അവിടെയൊക്കെ നിർബന്ധമാണ് കളിച്ചോളണം. ഗണപതി സരസ്വതിയിൽ കളിക്കാണ്ട് കിടക്കാൻ പാടില്ല. അവിടെ തന്നെ ഇല്ലത്തൊക്കെ അശ്വതി മുതല് തുടിച്ചുകുളിയും തുടങ്ങും. എന്നും വൈകുന്നേരം ഗണപതി സരസ്വതിയെങ്കിലും കളിക്കുക. ഇവിടെ മകരവാഴക്ക കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിക്കും. പിന്നെ ഉൾപ്പൊഴിച്ചെന്ന് കളിക്കും. പിന്നെ തിരുവാതിരാൾ മുഴുവൻ കൊടുത്തിട്ട് പാട്ടുകൾ മോഹമുള്ളവർക്ക് ധാരാളം പാട്ട് പാടി കളിക്കാം. ഇപ്പോൾ അതൊക്കെ കുറവാണ്. എനിക്ക് വയ്യാണ്ട് ഇപ്പം ഇവർക്ക് കളിയൊക്കെ കളിക്കാൻ പോണവരാണ്. എന്നാലും വളരെ പ്രശസ്തമാണ് ഇരിങ്ങാലക്കുടക്കാരുടെ കൈകൊട്ടിക്കളി. ഞങ്ങളൊക്കെ ഇങ്ങനെ ദൂരം അസൂയോടെ നോക്കുന്ന. അതിപ്പോ ഒരു വൃത്തം തുടങ്ങിയാൽ അതിൻ്റെ ഇടയ്ക്കിടെ വേറെ ഒന്നും ചെല്ലില്ല. അത് തന്നെയാണ്. ഇപ്പോൾ 10 വൃത്തമാണെങ്കിൽ ആ 10 വൃത്തം തന്നെ അത് വലിയ പാട്ടുകളല്ലേ. അതെല്ലാം ചെല്ല് കഴിഞ്ഞിട്ട് വേറൊരു വൃത്തം എടുക്കുള്ളൂ. പാർവതി സ്വയംവരം തന്നെ. പാർവതി സ്വയംവരം 2-3 തരമുണ്ട്. വലുതുണ്ട്, ചെറുതുണ്ട്. 8 പാട്ടായിട്ട് ഉണ്ട്. പിന്നെ 2 പാർവതി സ്വയംവരം 8 പാട്ടല്ലേ. 12 ഉണ്ട്. പിന്നെ ഒറ്റ പാട്ടുകളുണ്ട് സ്വയംവരങ്ങള്. വൃത്തങ്ങളെടുത്താൽ ഇല്ലത്തൊക്കെ ഒരു ദിവസം ഒരു വൃത്താണ് കളിക്കുക. അപ്പൊ സമയം എല്ലാ വൃത്തങ്ങളും കളിക്കാൻ സമയം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ അത്രയൊന്നും കളിയില്ല. ഇവിടങ്ങളുടെ ചുറ്റും അങ്ങനെയൊക്കെയാണ്. അത്രയ്ക്ക് പറയാൻ വശമുള്ളൂ. വന്നാലും തിരുവാതിര നോൽക്കും. വെറ്റില തിന്നല് എല്ലാവരും തിന്നിട്ട് അവിടെ കൊടുത്ത് 108 വെറ്റില തിന്നലുണ്ട്, 101 വെറ്റില തിന്നലുണ്ട്. പിന്നെ മകരമാസ തിരുവാതിരയ്ക്ക് ആദ്യം മുഴുവൻ കൊടുക്കലും നേരിക്കലും 3 വെറ്റില തിന്നലും. 3 നിർബന്ധമാണ്. തിന്നണം നിർബന്ധമുണ്ട് തിരുവാതിരയ്ക്ക് എന്തെങ്കിലും നമുക്ക് മുടക്കായാൽ ധനുമാസത്തിൽ മുടക്കായാൽ അത് ആവർത്തിക്കില്ല. നമ്മളിപ്പോ പുറത്തായി ശുദ്ധം മാറിയതാണോ അതോ പേല അങ്ങനെ എന്തെങ്കിലും? പേലയൊക്കെ വന്ന് എന്ത് വന്നാലും മകരമാസം ആവർത്തിക്കണം. ഈ ധനുമാസം തിരുവാതിരയ്ക്ക് മുടക്ക് വന്നാൽ പേലയായാലും പെറ്റെടുക്കുകയാണെങ്കിലും പെറ്റെടുക്കാൻ വെച്ചാൽ 28 കഴിഞ്ഞാൽ പിന്നെ തിന്നൂട്ടോ. അത് കൊടുക്കുകയും ചെയ്യും. അവിടെ പാതിരാപ്പൂവും ചൂടിക്കും കിടക്കുകയാണെങ്കിൽ. ഇവിടെ പാതിരപ്പൂ ചൂടൽ രാവിലെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ മകരമാസത്തിൽ ആവർത്തിക്കും. ധനുമാസത്തിൽ മുടക്കായാൽ അത് 4 കൊണ്ട് കൂടി ഇത് കൊടുക്കൽ, പൂ ചൂടൽ എല്ലാം വേണം. അഷ്ടമി നോൽക്കുക. അത് ഞങ്ങളുടെ ഗ്രാമക്കാർക്കേ ഉള്ളൂ, മറ്റുള്ളവർക്കുണ്ടോയെന്ന് അറിയില്ല. അഷ്ടമി നോൽക്കണത് ഏകാശി നോൽമ്പ് പോലെ. അപ്പോൾ അത് നെടുമകല് 7 ജന്മത്തേക്ക് നെടുമകല്യത്തിന് ഇസ്ലാമാസത്തിൽ അഷ്ടമി നോൽക്കണത്. തിരുവാതിര നോൽക്കണത് ആ ജന്മത്തേക്കേ ഉള്ളൂ. അഷ്ടമി 7 ജന്മത്തേക്ക് നെടുമകല്യത്തിന് ദോഷം വരില്ല. പിന്നെ 30 തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയാവും വൈകുന്നേരം ആടിയ ചാന്ത് തൊടുക. 30 തിങ്കളാഴ്ച എന്തായാലും വേണമെന്ന് ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഇവർക്ക് തന്ത്രങ്ങളെടുത്ത് അവിടുന്ന് കൊണ്ടുവരും. അത് നിർബന്ധമായിട്ടാണ്. ഒരു തിങ്കളാഴ്ച ചാന്ത് തൊട്ടാൽ പിന്നത്തെ തിങ്കളാഴ്ച വരെ നെടുമംഗലത്തിന് ദോഷം വരില്ല എന്നാണ്.
അപ്പോൾ അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും രാത്രി തുടങ്ങും. രാത്രി നാത്താതെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെ നിർബന്ധമാണ്. അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പുത്തൻ തിരുവാതിരയ്ക്ക് ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാർക്ക് ഉണ്ണിരോഹിണിയാൾ വെളുപ്പാങ്കാലത്ത് ഒരു പലകേമ കിഴക്കോട്ട് തിരിച്ചിരുത്തി അമ്മ പൂവട്ടയിൽ എണ്ണ എടുത്ത് പച്ചപ്ലാവിലുണ്ട് 3 പ്രാവശ്യം തലയിൽ ഒഴിക്കുമ്പോൾ വൈക്കലിടാറുണ്ട്. പിന്നെ കോടി ഇളക്കിയതുകൊണ്ട് തോർത്തണം, കോടി ഇളക്കിയത് കൊടുക്കണം, ഗണപതി ഇടണം. പിന്നെ തെരണ്ട കുട്ടികൾക്ക് ഇതേപോലെ തന്നെ അപ്പോൾ തെരണ്ടിട്ടുള്ള പുത്തൻ തിരുവാതിരയ്ക്ക് ഇങ്ങനെ ഉണ്ണിരോഹിണിയാളെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വിളക്ക് നിറയൊക്കെ വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞ പലകേമ ഇരുന്ന് അമ്മ പൂവട്ടയിൽ എണ്ണ എടുത്തിട്ട് അത് പച്ചപ്ലാവിലുകൊണ്ട് 3 പ്രാവശ്യം തലയിൽ ഒഴിക്കും. വൈക്കലിടാറും പതിവുണ്ട്.